എൻ്റെ പ്രിയ ദൈവമക്കളെ, ഇന്നു നമുക്ക് ദൈവനിയമത്തിൻ്റെ കാതലായ ആശയം സ്നേഹമാണെന്നുള്ളതിനെക്കുറിച്ച് ശ്രവിക്കാം. റോമർ 13:10 സ്നേഹം കൂട്ടുകാരന് ദോഷം പ്രവർത്തിക്കുന്നില്ല. ആകയാൽ സ്നേഹം ന്യായപ്രമാണത്തിൻ്റെ നിവൃത്തി തന്നെ. ഈ വാക്യം അപ്പോസ്തലനായ പൗലോസ് റോമർക്കെഴുതിയ ലേഖനത്തിൽ നിന്നുള്ളതാണ്. അവിടെ അദ്ദേഹം അധികാരികളോടുള്ള നമ്മുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ച്, പരസ്പരമുള്ള നമ്മുടെ ബന്ധങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യുന്നു. ദൈവത്തിൻ്റെ പരമാധികാരത്തോടുള്ള ആദരവ് പ്രകടിപ്പിച്ചുകൊണ്ട് നാം അധികാരത്തിന് വിധേയരായി ജീവിക്കണമെന്ന്, നമ്മുടെ അയൽക്കാരനെ സ്നേഹിക്കണമെന്നും അദ്ദേഹം ഊന്നിപ്പറയുന്നു. നിയമത്തിൻ്റെ പൂർത്തീകരണമെന്ന നിലയിൽ സ്നേഹം മറ്റുള്ളവരോട് ദ്രോഹത്തിനോ തെറ്റിനോ ഇടം നൽകുന്നില്ലെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. ദൈവനിയമത്തിൻ്റെ കാതലായ ആശയം സ്നേഹമാണ് എന്നുള്ളതാണ് ഈ വാക്യത്തിൻ്റെ പ്രധാന ആശയം. അയൽക്കാരൻ എന്ന പദം നമ്മുടെ അടുത്ത വൃത്തത്തിലുള്ളവരെ മാത്രമല്ല, നാം ഇടപഴകുന്ന മറ്റേതൊരു വ്യക്തിയെയും സൂചിപ്പിക്കുന്നു. മറ്റുള്ളവരോടുള്ള സ്നേഹം സ്വാഭാവികമായും നല്ല പ്രവൃത്തികളിലേക്ക് നയിക്കുകയും ദോഷം തടയുകയും ചെയ്യുന്നുവെന്ന് അദ്ദേഹം ഊന്നിപ്പറയുന്നു. നാം മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോൾ പരസ്പരം നീതിയോടെയും ദയയോടെയും പെരുമാറുക എന്ന ദൈവത്തിൻ്റെ നിയമത്തിൻ്റെ ധാർമ്മിക ആവശ്യങ്ങൾ നാം നിറവേറ്റുന്നു. നമ്മൾ പരസ്പരം എങ്ങനെ പെരുമാറണം എന്നതിനെക്കുറിച്ചുള്ള എല്ലാ കൽപ്പനകളും, അതായത് മോഷ്ടിക്കരുത്, വ്യഭിചാരം ചെയ്യരുത്, കള്ളസാക്ഷ്യം പറയരുത് എന്നിവ സ്നേഹത്തിൻ്റെ തത്വത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു. യേശുവിൻ്റെ പഠിപ്പിക്കലിനെ പൗലോസ് പ്രതിധ്വനിപ്പിക്കുന്നു. അവിടെ ദൈവത്തെ സ്നേഹിക്കാനും മറ്റുള്ളവരെ സ്നേഹിക്കാനുമുള്ള കൽപ്പനയോടെ യേശു ന്യായപ്രമാണത്തെ സംഗ്രഹിച്ചു. ദൈവത്തെ ബഹുമാനിക്കുകയും മറ്റുള്ളവരെ ബഹുമാനിക്കുകയും ചെയ്യുന്ന രീതിയിൽ എങ്ങനെ ജീവിക്കാമെന്നതിനുള്ള ഒരു ചട്ടക്കൂട് പഴയതും പുതിയതുമായ നിയമങ്ങളിൽ സ്നേഹം രൂപപ്പെടുത്തുന്നു. ഈ കൽപ്പനകൾക്കെല്ലാം പിന്നിൽ പൂർത്തീകരണ ശക്തി സ്നേഹമാണെന്ന് പൗലോസ് വ്യക്തമാക്കുന്നു. നിങ്ങൾ ഒരാളെ യഥാർത്ഥമായി സ്നേഹിക്കുമ്പോൾ സ്നേഹം ദോഷകരമായ പ്രവൃത്തികളെ ഒഴിവാക്കുന്നതിനാൽ നിങ്ങൾ സ്വാഭാവികമായും ദൈവത്തിൻ്റെ നിയമത്തെ ബഹുമാനിക്കുന്ന നീതിയിൽ പ്രവർത്തിക്കും. സ്നേഹം ഒരു ദോഷവും ചെയ്യുന്നില്ല എന്നതിനർത്ഥം യഥാർത്ഥ സ്നേഹം മറ്റുള്ളവരെ മനഃപൂർവ്വം വേദനിപ്പിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്യുന്നില്ല എന്നാണ്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ ബന്ധങ്ങളിലും സ്നേഹത്തിന് മുൻഗണന നൽകണം. മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന പ്രവൃത്തികൾ ഒഴിവാക്കണം. പകരം ദയ, മനസ്സിലാക്കൽ, ക്ഷമ എന്നിവ തിരഞ്ഞെടുക്കണം. ഓരോ പ്രവൃത്തിയിലും ദൈവസ്നേഹം പ്രതിഫലിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു ഹൃദയം വളർത്തിയെടുക്കുന്നതിലൂടെ നിയമം നിറവേറ്റുവാൻ സാധിക്കും. സ്നേഹപിതാവേ, മറ്റുള്ളവരോട് സ്നേഹത്തോടെ പെരുമാറുമ്പോൾ ദൈവത്തെ ബഹുമാനിക്കുക മാത്രമല്ല, കൽപ്പനകളുടെ സത്തയിൽ ജീവിക്കുകയും ചെയ്യുന്നുവെന്ന് തിരിച്ചറിയുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.